بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وآل كل وصحبه أجمعين أما بعد. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അൽബായിസ് അലാ ഇൻകാരിൽ ബിദഅഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിവരിച്ചുകൊണ്ട്, അഥവാ എപ്പോഴാണ് ഒരു കാര്യം ബിദഅത്തായി മാറുന്നത് എന്നത് സ്വഹാബത്തുൽ കിറാം ഉൾപ്പെടെയുള്ള പൂർവ്വകാല മഹാന്മാരുടെ ജീവിതത്തിലെ വിവിധ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ശൈലികളും വിവരിച്ചുകൊണ്ട് അബൂ ശഅബ റഹിമഹുല്ല നമുക്ക് ഈ കിതാബിൽ വിശദീകരിച്ചു തന്നതൊക്കെ നാം ഇവിടെ ഉദ്ധരിച്ചു. ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ ബിദ്അത്തായി കണക്കാക്കപ്പെടുന്ന നമ്മുടെ നാടുകളിൽ പല ആളുകൾക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറെ വിഷയങ്ങൾ മുമ്പ് നാം വിവരിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് മുതൽ നാം വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് റബീഉൽ അവ്വൽ മാസത്തിലും റബീഉൽ അവ്വലിലെ 12-നും നമ്മുടെ നാടുകളിൽ നബിദിന ആഘോഷം എന്ന പേരിൽ നടത്തപ്പെടുന്ന പരിപാടിയുടെ ഇസ്ലാമിക മാനം എന്ത്, അതിനെ ആരൊക്കെ അനുകൂലിച്ചു, ആരൊക്കെ എതിർത്തു, അനുകൂലിച്ചവർ എന്തടിസ്ഥാനത്തിന് അനുകൂലിച്ചു എന്നും എതിർത്തവർ എന്ത് കാരണം കൊണ്ടാണ് എതിർത്തത് എന്നതും കിതാബുകളുടെ ഉദ്ധരണി സഹിതം നമുക്ക് ഇവിടെ വിവരിക്കാം. അള്ളാഹു സത്യം മനസ്സിലാക്കി അത് പിന്തുടരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിന്റെ ആമുഖമായി ഒന്ന് രണ്ട് വിഷയങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നബി ദിന ആഘോഷത്തെ കുറിച്ചുള്ള ചർച്ച നടത്തുമ്പോൾ നമ്മുടെ ഇസ്ലാഹിയായ ഭാഷയിൽ പറയാൻ മൗദൂഅ്, വിഷയം എന്താണ് എന്നത് ആദ്യം നാം മനസ്സിലാക്കണം. നബി ദിന ആഘോഷത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ദിനാഘോഷത്തിന് ഇസ്ലാമിൽ എന്തെങ്കിലും പ്രമാണമുണ്ടോ ഇല്ലയോ എന്നതാണ്. അത് പറയുമ്പോൾ അത് വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ആളുകൾ നടത്താറുള്ള ചില തട്ടിപ്പുകൾ ആദ്യമായി ഒന്ന് സൂചന നൽകുന്നു. നബിദിനാഘോഷത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നതിന്റെ മഹത്വത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിനെ കുറിച്ചും നബി തങ്ങളുടെ മുഅ്ജിസത്തുകളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നതും പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ കുറിച്ചും സദഖ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാറുണ്ട്. അത്തരം ആളുകളുടെ കബളിപ്പിക്കലിലേക്ക് ഒരു സൂചന മാത്രം ഇപ്പോൾ നൽകുന്നു. ഒരു ഇബാദത്തിന്റെ ഘടകങ്ങൾ അനുവദനീയമാണ് അല്ലെങ്കിൽ ഇസ്ലാം നിർദ്ദേശിച്ചതാണ് എന്നതുകൊണ്ട് അവ കൂട്ടിച്ചേർത്തുണ്ടാകുന്ന ഇബാദത്തിന് ആ ജുസുക്കളുടെ ഹുക്മ് ആയിക്കൊള്ളണം എന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, നിസ്കാരം എന്നാൽ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കാലത്തെ പഠിച്ച ഒരു നിർവചനമാണ്. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാമു കൊണ്ട് അവസാനിക്കുന്ന ചില വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ട്, ഫാത്തിഹ ഓതലുണ്ട്, റുക്കൂ ഉണ്ട്, സുജൂദ് ഉണ്ട്, മറ്റ് ദിക്റുകൾ, സുന്നത്തായ ദിക്റുകൾ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചെല്ലലുണ്ട്. ഇങ്ങനെ തുടങ്ങി കുറെ ഘടകങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് നിസ്കാരം എന്നത് ഉണ്ടായിത്തീരുന്നത്. എന്ന് വെച്ച് ഈ ഘടകങ്ങളെല്ലാം അനുവദനീയമായ സമയങ്ങളിലെല്ലാം നിസ്കാരം അനുവദനീയമാണ് എന്ന് പറയാനോ, അല്ലെങ്കിൽ ഈ ഘടകങ്ങൾ ചെയ്യുന്ന അതേ ഹുക്മ് തന്നെയാണ് അവ ഒരുമിച്ച് കൂടി ഒരു നിസ്കാരം ഉണ്ടാക്കുന്നതിന് എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണമായി, സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ അല്ലാഹു അക്ബർ എന്ന് 100 വട്ടമോ 1000 വട്ടമോ 10000 വട്ടമോ ഒരാൾക്ക് ചൊല്ലുന്നതിന് യാതൊരു വിരോധവുമില്ല. ആ സമയത്ത് ദിക്റുകളിൽ മുഴുകണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതുപോലെ ആ സമയത്ത് സൂറത്തുൽ ഫാത്തിഹ ഒരാൾ ഓതുന്നുണ്ടെങ്കിൽ അതിനും യാതൊരു തടസ്സവുമില്ല. പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൗകര്യമുള്ള ഭാഗങ്ങളൊക്കെ ഓതുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ ഇവയെല്ലാം ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കപ്പെടുന്ന ഒരു നിസ്കാരം എന്നത് ആ സമയത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിലക്കിയതാണ്. അപ്പോൾ അതിന്റെ ജുസുക്കളിൽ ഏതെങ്കിലുമൊക്കെ ഇസ്ലാം നിർദ്ദേശിച്ചതാണ് എന്നതുകൊണ്ട് അവ ഒരുമിച്ച് കൂട്ടി നമ്മുടെ വകയായി ഒരു നിസ്കാരം ഉണ്ടാക്കുമ്പോൾ അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിലക്കിയതാണെങ്കിൽ അത് ഹറാമും കറാഹത്തും ഒക്കെ ആയിത്തീരും. ഇനി വിലക്കാത്തതാണെങ്കിൽ പോലും അത് ദീനുൽ ഇസ്ലാം നിർദ്ദേശിച്ചതാണ് എന്ന ഒരു ധ്വനി ഉണ്ടാവുകയോ അത്തരം വിശ്വാസം ചെയ്യുന്ന ആളിലോ അത് കാണുന്ന ആളുകളിലോ ഉണ്ടായിത്തീരാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അത് ബിദ്അത്ത് മദ്മൂമത്തായി തീരും എന്നതാണ് ശഅബാൻ 15 രാത്രിയിലെ നിസ്കാരത്തെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നത് പല പ്രാവശ്യം നാം ക്ലാസ്സിൽ ഉദ്ധരിച്ചത്. അപ്പോൾ നിസ്കാരത്തിന്റെ ഘടകങ്ങളെല്ലാം അനുവദനീയമാണെങ്കിലും അവ ഒരുമിച്ച് കൂടിയ ഒരു നിസ്കാരം ഉണ്ടാക്കുന്നത് സുബഹിക്ക് ശേഷമാണെങ്കിൽ, സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ആണെങ്കിൽ അത് വിലക്കപ്പെട്ടതാണ്. ശഅബാൻ 15 രാത്രിയിൽ ഒരു പ്രത്യേകമായി നിർവഹിക്കുകയാണെങ്കിൽ അതിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയും വളരെ പ്രധാനപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിക്കൊണ്ടാണെങ്കിൽ പോലും അത് വിലക്കപ്പെടേണ്ട ബിദ്അത്തുൻ മദ്മൂമത്തുൻ ഖബീഹത്തുൻ എന്ന് ഇബ്നു അബ്ദുസ്സലാം, അബൂ ശാമ, ഇമാം നവവി, ഇബ്നു ഹജർ ഹൈതമി റഹിമഹുമുല്ലാഹു തആല ഇവരെല്ലാം
വിവരിച്ചത് നാം ഇവിടെ നേരത്തെ ഉദ്ധരിച്ചു. അപ്പോൾ ജുസുക്കൾ അനുവദനീയമാണ് എന്നതുകൊണ്ട് അവ കൂട്ടി ഉണ്ടാക്കുന്ന ഒരു പുതിയ ഇബാദത്തിന് ഇസ്ലാമിൽ ആ ജുസുക്കളുടെ ഹുക്മ് അല്ല എന്ന് ആമുഖമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മുന്തിരി കഴിക്കുന്നത് അനുവദനീയമാണ്, വെള്ളം കുടിക്കുന്നതും അനുവദനീയമാണ്, മുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കുന്നതും അനുവദനീയമാണ്, മുന്തിരിയുടെ ചാറ് പിഴിഞ്ഞു കുടിക്കുന്നതും അനുവദനീയമാണ്. ഇത് 2 ദിവസം വെള്ളത്തിലിട്ട് വെക്കുന്നതും പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ വിലക്കപ്പെട്ടതായി നമ്മളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതെല്ലാം കൂടിച്ചേർന്ന് നബീദ് അഥവാ മുസ്കിറാവുന്ന മസ്തുണ്ടാക്കുന്ന കള്ളിന്റെ പരുവത്തിലേക്ക് എത്തുകയോ ആ പേര് മാറുകയോ ചെയ്താൽ മുസ്ലിമീങ്ങളായ ആളുകൾ അത് നിഷിദ്ധമാണ് എന്ന് പറയും യുക്തിവാദികൾ. അതിനെന്താണ് കുഴപ്പം എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. കാരണം മുന്തിരിയും വെള്ളവും ഒന്നും അള്ളാഹു ഹറാമാക്കിയതല്ലോ. പിന്നെ 1 ദിവസമോ 2 ദിവസമോ ഒന്നിച്ചു വെച്ച് അത് കുടിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച് അതും ഹലാലാക്കാൻ ചിലപ്പോൾ അള്ളാഹുവിൽ ഭാവില്ലാത്ത മൊല്ലമാർക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. രണ്ടാമതായി, ഈ നബിദിനാഘോഷം എന്ന ചർച്ച ലോകത്ത് ആദ്യമായി നടത്തിയത് അതിനെ അനുകൂലിക്കുന്ന ആളുകൾ തെളിവായി ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങളും അതിനെ അനുകൂലിച്ച പണ്ഡിതന്മാരുടെ പേരുകളും വിവരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഹിജറ 600-ന് ശേഷം ജീവിച്ച മഹാന്മാരായ ആളുകളിൽ നിന്ന് മാത്രമാണ്. അതിനു മുമ്പ് ജീവിച്ച ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹുവിനെ പോലെയുള്ള അഇമ്മത്ത് മുജ്തഹിദുകളിൽ നിന്നോ സഹാബത്തുൽ കിറാമിൽ നിന്ന് തന്നെയോ എന്തെങ്കിലും ഒരു ഉദ്ധരണി ഈ നബി ദിന ആഘോഷം എന്നതിനെ സംബന്ധിച്ച് വന്നതായി ഇന്നുവരെ നാം കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, നബിദിനാഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലോകത്ത് ഗ്രന്ഥ രചനകൾ നടത്തിയ പണ്ഡിതന്മാരെല്ലാം തന്നെ ഹിജറ 300-ന് മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി തന്നെ ലോകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയത് വരും ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കാവുന്നതാണ്. അപ്പോൾ ഹിജറ 300-ന് മുമ്പ് അങ്ങനെ ഒരു പരിപാടി തന്നെ ലോകത്ത് ഇല്ലായിരുന്നു എന്നും അതിനുശേഷം വന്ന ചില രാജാക്കന്മാർ നടപ്പിലാക്കിയ ഒരു ഏർപ്പാടാണ് എന്നും നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിൽ പ്രസംഗങ്ങളും മറ്റ് രചനകളും നടത്തുന്ന ആളുകൾ ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഗ്രന്ഥങ്ങളിൽ അവർ പറഞ്ഞ മൗലിദാഘോഷം തന്നെയാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നതും മൂന്നാമതായി നാം വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് സമയ സൗകര്യം അനുസരിച്ച് അവയെല്ലാം വരും ക്ലാസ്സുകളിൽ നാം ഇവിടെ വിശദീകരിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.